വയനാടൻ മഴക്കാടുകളുടെ അതുല്യ സൗന്ദര്യം നിറങ്ങളിൽ ആവാഹിച്ച ചിത്ര ഫോട്ടോ പ്രദർശനം വിസ്പേഴ്സ് ഓഫ് ദി റെയിൻ ഫോറസ്റ്റ് നവംബർ 14 മുതൽ ഫോർട്ട് കൊച്ചി ഡേവിഡ് ഹാൾ ആർട്ട് ഗ്യാലറിയിൽ CGH എർത്ത് എക്സ്പീരിയൻസ് അവതരിപ്പിക്കുന്ന പ്രദർശനം പ്രശസ്ത ക്യൂറേറ്റർ സത്യപാലാണ് ഒരുക്കിയിരിക്കുന്നത്. ലക്കിടിയിലെ വയനാട് വൈൽഡ് റിസോർട്ടിൽ സംഘടിപ്പിച്ച ആർട്ട് ക്യാമ്പിൽ രൂപം കൊണ്ട 29 പെയിന്റിങ്ങുകളും 30-ലധികം ഫോട്ടോഗ്രാഫുകളുമാണ് നവംബർ 30 വരെ നടക്കുന്ന പ്രദർശനത്തിലുള്ളത്. മഴക്കാലത്തെ വയനാടൻ കാടുകളുടെ അതുല്യ സൗന്ദര്യം നിറങ്ങളിൽ ആവാഹിച്ച വിസ്പേഴ്സ് ഓഫ് ദി റെയിൻ ഫോറസ്റ്റ് ആർട്ട് ഫോട്ടോ പ്രദർശനം നവംബർ 14 മുതൽ ഫോർട്ട് കൊച്ചിയിലെ ഡേവിഡ് ഹാൾ ആർട്ട് ഗ്യാലറിയിൽ ആരംഭിക്കുന്നു. CGH എർത്ത് എക്സ്പീരിയൻസ് അവതരിപ്പിക്കുന്ന ഈ പ്രദർശനം പ്രശസ്ത ക്യൂറേറ്റർ സത്യപാലാണ് ഒരുക്കിയിരിക്കുന്നത്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ മുൻ വൈൽഡ് ലൈഫ് വാർഡൻ ജെയിംസ് സക്കറിയ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 14 രാവിലെ 11 മണിക്ക് പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും തുടർന്ന് ദീപ പാലനാടും സംഘവും അവതരിപ്പിക്കുന്ന കഥകളി പദ കച്ചേരിയും അരങ്ങേറും. സെപ്റ്റംബറിൽ വയനാട്ടിലെ ലക്കിടി വൈൽഡ് റിസോർട്ടിൽ സംഘടിപ്പിച്ച ആർട്ട് ക്യാമ്പിൽ രൂപം കൊണ്ട 29 ചിത്രങ്ങളും 30-ലധികം ഫോട്ടോഗ്രാഫുകളും പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു. കാർഡ് എന്താ പറയുന്നത് കേൾക്കാനായിട്ടാണ് ആ പേര്. നെയിം സജസ്റ്റ് ദാറ്റ് the forest wants to tell the people something. So അത് നമ്മൾ ഈ ആർട്ടിസ്റ്റ് അവിടെ ചെന്നപ്പോൾ അത് കേട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരമായിരുന്നു. സോ നമുക്ക് പല സംഗതി ഇപ്പം നമ്മളെപ്പോഴും കാടെന്ന് വെക്കുമ്പോൾ നമ്മൾ എല്ലാം വലിയ ആനയും കടുവയും അതൊക്കെയാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് എ സ്മോൾ തിങ്സ്. ചെറിയൊരു പാമ്പ് അല്ലെങ്കിൽ ഒരു തവള അല്ലെങ്കിൽ ഒരു ഡ്രാഗൺ ഫ്ലൈ അല്ലെങ്കിൽ ഒരു ചെറിയ പക്ഷി. It's a different നമ്മുടെ മനസ്സിനെ തന്നെ മാറ്റി ഒരു ഡിഫറെന്റ് വ്യൂ ഓഫ് ദ ഫോറസ്റ്റ്. ക്യാമ്പിൽ പങ്കെടുത്ത അജയ് കുമാർ, അജിത് കുമാർ ജി, ബൈജു ദേവ്, ബേസിൽ ബേബി, ബിജി ഭാസ്കർ, ഡൈംലർ പെരേര, ഡേവിഡ് രാജു, മൈക്കിൾ ഡൊമിനിക്, ശോഭാരാജ് KR, സിന്ധു ദിവാകരൻ, ശിവദാസൻ KC, ശ്രിയ KR, സുജിത്ത് നവം, സുനിൽ റോക്കി VS, ഉമേഷ് പാവുകണ്ടി, VB വേണു എന്നിവരുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിനുള്ളത്. വയനാടൻ കാടുകളുടെ സൗന്ദര്യവും വനജീവിതത്തിന്റെ പ്രാധാന്യവും വരച്ചുകാട്ടുന്ന ഈ സൃഷ്ടികൾ പ്രകൃതി സംരക്ഷിക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്ന് ക്യൂറേറ്റർ സത്യപാൽ വ്യക്തമാക്കി. ഇവിടെ നടക്കുന്ന പ്രദർശനം സെപ്റ്റംബർ മാസത്തിൽ CGH എർത്തിന്റെ ലക്കിടിയിലുള്ള വയനാട് വൈൽഡ് റിസോർട്ടിൽ നടന്ന 15 ദിവസം നീണ്ടുനിന്ന ഒരു ചിത്രകലാ ക്യാമ്പിലെ രചനകളാണ് നാളെ മുതൽ നവംബർ 30 വരെ ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. 2003 മുതൽ കലയുടെ മേഖലയിൽ വിവിധ തലങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ് CGH ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്. പ്രദർശനം 30-ന് സമാപിക്കും. ആർട്ടിസ്റ്റ് സത്യപാൽ, CGH എർത്ത് CEO മൈക്കിൾ ഡൊമിനിക്, വയനാട് വൈൽഡ് റിസോർട്ട് GM ഡേവിഡ് രാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെയിന്റേഴ്സ് 12 പേരോടെ വന്നിട്ട് 15 ദിവസം നിന്നിട്ട് ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ നന്നായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. പ്രകൃതിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിലുള്ള ഒരു സാധനം നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പം ഫോട്ടോ എടുത്താൽ തന്നെ അത് കറക്റ്റായിട്ടുള്ള ആ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് വരച്ചെടുക്കാൻ പറ്റില്ല വരയാണെങ്കിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു അവരൊരു 90-99% അവർ ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട് അവിടെ കണ്ട കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാനായിട്ട് നിങ്ങളിപ്പം ജസ്റ്റ് നടന്നു പോയി കഴിഞ്ഞാൽ അറിയാം, അവിടെ വലിയൊരു മലയണ്ണാൻ്റെ ഫോട്ടോ വരച്ചിട്ടുണ്ട്. മലയണ്ണാൻ്റെ മുഖത്ത് വന്നിട്ടൊരു വെള്ള ബട്ടർഫ്ലൈ ഇരിപ്പുണ്ട്. അത് ഇന്ത്യയിലെ ഏറ്റവും പതിയെ പറക്കുന്ന ഒരു ചിത്രശലഭമാണ്. മലയാളത്തിൽ വനദേവത എന്ന് പറയുന്നൊരു ചിത്രശലഭമുണ്ട്, അതാണത്. ഇംഗ്ലീഷിൽ മലബാർ ട്രീ നിംഫ് എന്ന് പറയും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.